ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2024 നവംബർ 21 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് നവംബർ 21 പ്രത്യേകത എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. അതായത് നവംബർ 21 എന്ന് പറയുന്നത് ദേശീയ മത്സ്യബന്ധന ദിനമാണ്. നവംബർ 21 ദേശീയ മത്സ്യബന്ധന ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നു. അതായത് മികച്ച സമുദ്രബന്ധന സംസ്ഥാനം അതേതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കേരളമാണ്. അതേപോലെ തന്നെ രാജ്യത്തെ മികച്ച സമുദ്രബന്ധ ജില്ല അത് ചോദിക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയാണ്. അതേപോലെ തന്നെ മികച്ച ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് തെലങ്കാനയാണ്. മികച്ച ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തെലങ്കാനയാണ്. രാജ്യത്തെ മികച്ച സമുദ്രബന്ധ ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് കൊല്ലം ജില്ലയാണ്. അതേപോലെ ദേശീയ മത്സ്യദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് പ്രഖ്യാപിച്ച ഒരു പുരസ്കാരം ഉണ്ടായിരുന്നു. ആ പുരസ്കാരങ്ങളിൽ മികച്ച സമുദ്രബന്ധന സംസ്ഥാനമായത് നമ്മുടെ കേരളമാണ്. അടുത്ത ചോദ്യം, 24 മണിക്കൂറും കേസ് ഫയൽ ചെയ്യാവുന്ന രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിച്ച ജില്ല എവിടെയാണ് ചോദിച്ചാൽ ഉത്തരം കൊല്ലമാണ്. 24/7 ഓപ്പൺ ആൻഡ് നെറ്റ്വർക്ക്ഡ് എന്നാണ് അറിയപ്പെടുന്നത്. 24 മണിക്കൂറും കേസ് ഫയൽ ചെയ്യാവുന്ന രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിച്ചത് കൊല്ലം ജില്ലയിലാണ്. അടുത്ത ചോദ്യം, 2024 കമലാദേവി ചതോപാധ്യായ NIF പുസ്തക സമ്മാനം നേടിയ എഴുത്തുകാരൻ ആരാണ്? അത് അശോക് ഗോപാലാണ്. 2024 കമലാദേവി ചതോപാധ്യായ NIF പുസ്തക സമ്മാനം നേടിയ എഴുത്തുകാരൻ അശോക് ഗോപാലാണ്. അടുത്ത ചോദ്യം, 2024 കേംബ്രിഡ്ജ് ഡിക്ഷണറി തിരഞ്ഞെടുത്ത ഈ വർഷത്തെ വാക്ക് ഏതാണ്? മാനിഫെസ്റ്റ്. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ പോളണ്ട് സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്രകാരമാണ് യുക്രൈനിലേക്ക് പോയത്? അത് 2024 ഓഗസ്റ്റിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പോളണ്ട് സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം അദ്ദേഹം യുക്രൈനിലേക്ക് പോയി. അത് ഏത് മാർഗമാണ് പോയതെന്നാണ്? തീവണ്ടി മാർഗമാണ് പോയത്. 10 മണിക്കൂർ യാത്ര ചെയ്താണ് യുക്രൈൻ തലസ്ഥാനമായ കീവിൽ അദ്ദേഹം എത്തിയത്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിൻ്റെ എത്രാം വാർഷികമാണ് 2024 ഓഗസ്റ്റ് 23 ആഘോഷിച്ചത്? 1-ാം വാർഷികമാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് നടത്തിയതിൻ്റെ എത്രാം വാർഷികമാണ് 2024 ഓഗസ്റ്റ് 23 ആഘോഷിച്ചതെന്ന് ചോദിച്ചാൽ 1-ാം വാർഷികമാണ്. 1-ാം വാർഷികം 2023 ഓഗസ്റ്റ് 23 വൈകിട്ട് 6:04 വിക്രം ലാൻഡർ ചന്ദ്ര ഉപരിതലത്തിൽ സ്പർശിച്ചത്. അപ്പോൾ അതോടുകൂടി തന്നെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യം കൂടിയായിട്ടുണ്ടാര്? ഇന്ത്യ. ഓക്കെ. അടുത്ത ചോദ്യം, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാപുരസ്കാരം നേടിയത് ആരാണ്? അത് കലാമണ്ഡലം രാമചാക്യാറാണ്. അദ്ദേഹം കൂടിയാട്ടം ആചാര്യൻ. അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര പുരസ്കാരം എന്ന് പറയുന്നത് 5555 രൂപയും ഗുരുവായൂരപ്പൻ്റെ ചിത്രം പതിച്ച 10 ഗ്രാം സ്വർണ്ണപ്പതക്കവുമാണ് പുരസ്കാരമായിട്ട് നൽകി വരുന്നത്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പാക്കിയ രാജ്യം മഹാരാഷ്ട്രയാണ്. അടിസ്ഥാന ശമ്പളത്തിൻ്റെ പകുതി പെൻഷനായി ലഭിക്കുന്ന പദ്ധതിക്ക് ഈ അടുത്തിടെയാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? ചോദിച്ചാൽ ആരാണ് ഉത്തരം? ബി ശ്രീനിവാസ്. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമ എവിടെയാണ്? ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമ എവിടെയാണ്?
ടെക്സസിലെ ഹൂസ്റ്റണിലാണ്. അപ്പോൾ അതറിയപ്പെടുന്നത് സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു.